ഹായ് ഹലോ. അപ്പോൾ കുറേ ദിവസമായാലും എല്ലാവരും കണ്ടിട്ട് ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ നാളായി. അപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് ഓർത്തിട്ട് അപ്പോൾ ഞാനും ഇവിടെ ഒരുങ്ങി മാറി പോകണമെന്ന് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൗസ് വാമിങ്ങിനാണ് കേട്ടോ. ഞാൻ തന്നെ പ്ലാൻ ഡിസൈൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീട് നിങ്ങളായിട്ടൊന്ന് കാണിക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇപ്പം വന്നേക്കണത്. അപ്പം നിങ്ങളെയും കാണിച്ചു തരാം കേട്ടോ. 4 മണിക്കാണ് വെഞ്ചിരിപ്പ്. അപ്പോൾ നമുക്ക് തൊട്ടരികെ തന്നെ ഉണ്ടാവും, നമുക്ക് പോകാം. അഞ്ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഫുള്ള് സ്വതന്ത്രമായിട്ട് തന്നേക്കായിരുന്നു. നീ ഡിസൈൻ ചെയ്തു, നീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ തന്ന വീടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീട് കാണിച്ചു തരാം. വീട് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെയൊക്കെ അറിയിക്കണം കേട്ടോ. ഒട്ടുമിക്ക പേര് നല്ല അഭിപ്രായം തന്നെയാണ് പറയണത്. അത് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ വീട്. എനിക്ക് കറക്റ്റ് വ്യൂവിൽ എടുക്കാൻ പറ്റണില്ല, മുമ്പിൽ പന്തലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. സൈഡിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പയറും അരിയും മഞ്ഞപ്പൊടി പഞ്ചസാരയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുമ്പ് നിന്ന് നമ്മുടെ വീടിൻ്റെ തറക്കല്ലിടുന്ന സമയത്ത് ആൻ്റണി അച്ഛനായിരുന്നു. അപ്പോൾ അച്ഛനെ തന്നെയാണ് വെഞ്ചിരിപ്പിനെ നമ്മൾ വിളിച്ചത്. അപ്പോൾ അവർ വെഞ്ചിരിപ്പിനൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ട് അന്നച്ചനെ കറക്റ്റ് 4 മണിയായപ്പോൾ തന്നെ എത്തി. നമ്മുടെ അച്ഛൻ ഇവിടുന്ന് സ്ഥലം മാറി പോയിട്ടിപ്പോൾ കുറച്ച് നാളായി. അങ്ങനെ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം. അച്ഛൻ ഉള്ള സമയത്തായിരുന്നു ഈ വീടിൻ്റെ പണികളൊക്കെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛന് നല്ല പരിചയമാണ് വീട്. അപ്പോൾ പറയണ നല്ല ഭംഗിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അച്ഛൻ. അങ്ങനെ അച്ഛൻ വന്ന് പ്രാർത്ഥനയൊക്കെ ചൊല്ലി. നമുക്ക് കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ബ്ലെസ്സിങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ വീടിനകത്തോട്ട് കയറുള്ളൂ. ഈ ഭവനത്തിൻ്റെ ഈ വാതിൽ അങ്ങനത്തെ നിവാരണ ആശീർവദിക്കണമേ. ഈ ഭവനത്തിൽ പ്രവേശിക്കുന്ന എല്ലാ മക്കൾക്കും അവിടുത്തെ കൃപയും സംരക്ഷണം സഹായം നൽകി അനുഗ്രഹിക്കണമേ. ഈ ഭവനത്തിൽ നിന്ന് ഒരുമിച്ചിരിക്കുന്ന എല്ലാവരെയും കാത്തോടെ പരിപാലിക്കുകയും ചെയ്യണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. അന്ധകാലത്ത് നടക്കുന്ന ജീവന്റെ പ്രകാശം ലഭിക്കുന്നു എന്ന വിളിച്ചത് കർത്താവ് ഈ ഭവനത്തിന് ജീവന്റെ പ്രകാശം പ്രദാനം ചെയ്യട്ടെ. ആമേൻ. ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുകളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇടുക്കി രാജിക്ക്